Bending next problem. A simply supported beam in figure A has a T-shaped cross-section shown. Determine the values and locations of the maximum tensile and compressive bending stresses. Okay. ഇതാണ് ക്വസ്റ്റ്യൻ നിങ്ങളോട് കാണാൻ പറഞ്ഞത് സിഗ്മ മാക്സ് ആണ് മാക്സിമം കംപ്രസീവും അതേപോലെ മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സും കണ്ടുപിടിക്കണം. ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ, ഇതാണ് ബീമിൽ തന്നിട്ടുള്ള ലോഡ്. അപ്പം ഞാനത് നിങ്ങൾക്കൊരു 3D പിക്ചർ കിട്ടാൻ വേണ്ടി ജസ്റ്റ് റഫായിട്ടൊന്ന് വരച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ബീം ഉണ്ടാവുക. ഇതിൽ മുകളിൽ ഇവിടെ ലോഡിംഗ് ഉണ്ട്, പല ടൈപ്പ് ലോഡിംഗ് ഉണ്ട്, UDL ഉണ്ട്, പോയിന്റ് ലോഡ് ഉണ്ട്. സോ ഇങ്ങനെ ഒരു ബീം അതിൻ്റെ ക്രോസ് സെക്ഷൻ T ഷേപ്പാണ്. ഇങ്ങനെ ഒരു T ക്രോസ് സെക്ഷനുള്ള ബീമാണ്. അത് സിംപ്ലി സപ്പോർട്ടഡ് ആണ് പോയിന്റ് എയിലും പോയിന്റ് ബിയിലും. ഓക്കെ. സോ നിങ്ങൾക്ക് അതിൻ്റെ ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? മാക്സിമം ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ബെൻഡിങ് ഫോർമുല M/A is equal to സിഗ്മ B/Y is equal to E/R എന്നാണ് ബെൻഡിങ് ഇക്വേഷൻ. ഇതിൽ യങ്സ് മോഡുലസും റേഡിയസോ കർവേച്ചറും ഒന്നും തരാത്തതുകൊണ്ട് ഈ രണ്ട് പോർഷൻ ഫസ്റ്റ് രണ്ട് ടേംസ് വെച്ചിട്ട് വേണം മാക്സിമം ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ. സോ ബെൻഡിങ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു M/Y/I ആണ്. സോ സിഗ്മ B ഈസ് ഈക്വൽ ടു M/Y/I എന്ന് കിട്ടും. ഇത് നിങ്ങൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത മാതിരി തന്നെ അവിടെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരുന്നു, ഇവിടെ ഒരു T ക്രോസ് സെക്ഷൻ ആണ്. ഒന്ന് ഇത് അൺസിമെട്രിക്കലാണ്, മറ്റേത് സിമെട്രിക്കലായിരുന്നു, ന്യൂട്രൽ ആക്സിസിന് സിമെട്രിക്കലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തമ്മിലുള്ള വ്യത്യാസം ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയ സെക്ഷനിലെത്തുമ്പം പറയാം. സോ ഇതിൽ നമുക്ക് മാക്സിമം ബെൻഡിങ് മൂവ്മെൻറ്റ് കാണണമെങ്കിൽ എമ്മിൻ്റെ വാല്യൂ, മാക്സിമം മൂവ്മെൻറ്റ് എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് കണ്ടുപിടിക്കണം. സോ ദ വാല്യൂ ഓഫ് എം കണ്ടുപിടിക്കണം. അതേപോലെ ഡിസ്റ്റൻസ്, അപ്പോൾ ഇത് സിമെട്രിക്കൽ അല്ലാത്തതുകൊണ്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. ഡിസ്റ്റൻസ് മെഷർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് അല്ലെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യണം. ഈ ഒരു ക്രോസ് സെക്ഷൻ്റെ ന്യൂട്രൽ ആക്സിസ് അല്ലെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യണം. ആ പോയിന്റ് നിന്ന് വേണം ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് എം കണ്ടുപിടിക്കണം. ഒന്ന് കണ്ടുപിടിക്കാനുള്ള എമ്മിൻ്റെ വാല്യൂ ആണ്. എം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരയ്ക്കണം? ബെൻഡിങ് മൂവ്മെൻറ്റ് BMD ഡയഗ്രാം വരയ്ക്കണം, ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കണം. ദെൻ ന്യൂട്രൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യണം. ന്യൂട്രൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ന്യൂട്രൽ ആക്സിസ് മീൻസ് ഇറ്റ് ഈസ് ആക്ച്വലി ദ സെൻട്രോയിഡൽ ആക്സിസ്. ഈ ഒരു ഷേപ്പിൻ്റെ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ്. സോ ന്യൂട്രൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സെൻട്രോയിഡ് അല്ലെങ്കിൽ Y ബാർ ലൊക്കേറ്റ് ചെയ്യണം. സോ Y ബാർ കണ്ടുപിടിക്കണം. Y ബാർ കണ്ടുപിടിക്കാൻ നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്, അതേ പ്രൊസീജിയർ തന്നെയാണ്. സോ അത് വെച്ചിട്ട് Y ബാർ കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ ഈ ഒരു ക്രോസ് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ Iയും കണ്ടുപിടിക്കണം. ഇത്രയും സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ മാക്സിമം ഈ സിഗ്മ B മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സും മാക്സിമം കംപ്രസീവ് സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ Y ബാർ ലൊക്കേറ്റ് ചെയ്യണം. സോ Y ബാർ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ സിമ്പിൾ ഷേപ്സ് ആക്കിയിട്ട് സിമ്പിൾ ഫിഗർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ Y ബാർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഇവിടെ ഒരു ഇമാജിനറി സെക്ഷൻ എടുത്തു. ദെൻ ഈ ഫസ്റ്റ് ഈ പോർഷൻ, ഇത്രയും പോർഷനെ ഫിഗർ 1 ആക്കി. ദെൻ ഈ ടോപ്പ് ഹൊറിസോണ്ടൽ ഫ്ലാഞ്ച് പോർഷനെ ഫിഗർ 2 ആക്കി. അപ്പോൾ ഇതിനെയാണ്, ഈ വെർട്ടിക്കൽ പോർഷനെയാണ് വെബ് എന്ന് പറയട്ടെ. ഇങ്ങനെ I സെക്ഷൻ T സെക്ഷൻ്റെ ഒക്കെ വെബ് എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ പോർഷനും ഈ ഹൊറിസോണ്ടൽ പോർഷനെ ഫ്ലാഞ്ച് എന്നാണ് വിളിക്കുക. സോ വെബ് പോർഷനെ ഫിഗർ 1 ആക്കി, ഫ്ലാഞ്ചിനെ ഫിഗർ 2 ആക്കി റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, സോ നമുക്ക് Y ബാർ ലൊക്കേറ്റ് ചെയ്യണം. സോ Y ബാർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഈ വെർട്ടിക്കൽ Y ആക്സിസിന് സിമെട്രിക്കലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് X ബാറിൻ്റെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, Y ബാർ മാത്രം. ഈ ഒരു റെഫറൻസ് ആക്സിസ് നിന്ന് ഇതാണ് നമ്മൾ റെഫറൻസ് ആക്സിസ് ആക്കി എടുത്തത്. ഈ ആക്സിസിൽ നിന്ന് ഈ ടോട്ടൽ ഷേപ്പിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് Y ബാർ എന്ന് പേരിട്ട് വിളിച്ചത്. അതായത് സപ്പോസ് അസ്യൂം ദാറ്റ് ഇതാണ് ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് വിളിച്ചു. ഈ ടോട്ടൽ T സെക്ഷൻ്റെ സെൻട്രോയിഡ് ഇതാണ്, അല്ലെങ്കിൽ ഇതാണ് ന്യൂട്രൽ ആക്സിസ് C. സെൻട്രോയിഡിനെ ഇവിടെ C എന്നാണ് ഡിനോട്ട് ചെയ്തത്. സോ C എന്നുള്ള പോയിന്റ് ഇതാണ്, ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് Y ബാർ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ Y ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ
നമ്മൾ ഓൾറെഡി മെക്കാനിക്സിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇപ്പോൾ രണ്ട് ഫിഗറേ ഉള്ളൂ. ഇത് ഫസ്റ്റ് റെക്ടാങ്കിൾ ദെൻ ഹൊറിസോണ്ടൽ സെക്കൻഡ് റെക്ടാങ്കിൾ. സോ രണ്ട് ഫിഗർ ആയതുകൊണ്ട് നമുക്ക് y bar is equal to a1 y1 plus a2 y2 divided by total area. A എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് y bar കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഓരോ ടേമും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ടേബിളർ ഫോം വെച്ചിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം. അപ്പോൾ മിസ്റ്റേക്സ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, തെറ്റാനുള്ള ചാൻസും കുറയും. സോ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഫിഗർ രണ്ട് ഫിഗറാണുള്ളത്, ഫസ്റ്റ് റെക്ടാങ്കിൾ ദെൻ സെക്കൻഡ് റെക്ടാങ്കിൾ, ഫിഗർ 1 2, ദെൻ y ബാർ. ഫസ്റ്റ് റെക്ടാങ്കിളിൻ്റെ ഇതാണ് ഫസ്റ്റ് റെക്ടാങ്കിളിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫിഗർ 1ൻ്റെ y ബാർ മീൻസ് y1 ബാർ മീൻസ് ഇറ്റ് ഈസ് ദ റഫറൻസ് ആക്സിസ് എന്ന്. ഇതാണ് നമ്മൾ ഫിക്സ് ചെയ്ത റഫറൻസ് ആക്സിസ്. എല്ലാ ഡിസ്റ്റൻസും ഈ റഫറൻസ് ആക്സിസ് നിന്ന് മെഷർ ചെയ്യണം. ഇതിന്ന് ഈ റെക്ടാങ്കിൾ 1ൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ റെക്ടാങ്കിൾ 1ൻ്റെ ടോട്ടൽ ഹൈറ്റ് 200 ആണ്. സോ y1 ബാർ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് 100 എന്ന് കിട്ടും. അതിൻ്റെ സെൻറ്ററിലേക്ക് 100 mm ആണുള്ളത്. ദെൻ y1 ഏരിയ, ഫസ്റ്റ് ഫിഗറിൻ്റെ ഏരിയ a1 മീൻസ് നിങ്ങൾക്ക് എന്ത് വരും, 20 ആണ് ഇതിൻ്റെ വിഡ്ത്ത്. 20 × 200 20 × 200 ചെയ്യുമ്പം 4000 എന്ന് വരും. ഞാൻ ഫൈനൽ ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ. 20 × 200 സോ 4000. ദെൻ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത എയും y ബാറും മൾട്ടിപ്ലൈ ചെയ്ത ടേം ഇവിടെ എഴുതുക. എ y ബാർ ഈസ് ഈക്വൽ ടു 4000 × 100. സോ 4000 പിന്നെ ഒരു 2 പൂജ്യം കൂടി. സോ എ y ബാർ കിട്ടി. നൗ കൺസിഡർ ദ ഫിഗർ 2. ഫിഗർ 2 y ബാർ y2 ബാർ മീൻസ് അഗെയിൻ ഈ റഫറൻസ് ആക്സിസ് നിന്ന് ഫിഗർ 2ൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈ ഡിസ്റ്റൻസിനെയാണ് y2 ബാർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇതുവരെ ഈ ഒരു പോയിന്റ് വരെ ദ ഡിസ്റ്റൻസ് ഇസ് 200 ആണ്. 200 പ്ലസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ടോട്ടൽ 20 ആണ്. 20ൻ്റെ പകുതി 10 എന്ന് വരും. സോ 200 പ്ലസ് 10 210 ആണ് സെക്കൻഡ് ഫിഗറിൻ്റെ y ബാർ എന്ന് പറഞ്ഞാൽ. സോ y ബാർ മെഷർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളൊരു ആക്സിസ് ആദ്യം ഫിക്സ് ചെയ്ത് വെക്കണം. ഈ ആക്സിസ് നിന്ന് വേണം എപ്പോഴും ഡിസ്റ്റൻസ് എടുക്കാൻ. എപ്പോഴും ഏറ്റവും ബോട്ടം പോർഷനിൽ വരുന്ന വിധത്തിലാണ് ആക്സിസ്, ഹൊറിസോണ്ടൽ ആക്സിസ് നമ്മൾ സാധാരണ ഫിക്സ് ചെയ്യാറ്, റഫറൻസ് ആക്സിസ് ആയിട്ട് ചൂസ് ചെയ്യാറ്. സോ ഇതാണ് റഫറൻസ് ആക്സിസ്. ഈ ആക്സിസ് നിന്ന് വേണം എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യാൻ. സോ y1 ബാർ മീൻസ് ഫസ്റ്റ് ഫിഗറിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്, y2 ബാർ മീൻസ് സെക്കൻഡ് ഫിഗറിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ y1 ബാറും y2 ബാറും കിട്ടി. ഇനി a2 സെക്കൻഡ് ഫിഗറിൻ്റെ ഏരിയ 150 × 150 × 20. 150 × 20 ചെയ്യുമ്പം ദ വാല്യൂ ഈസ് 3000. ഓക്കെ, സോ ഇത് 3000ഉം ഇത് 210ഉം. സോ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പം എ y ബാർ ഈസ്, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 21 × 3 63 വരും. ദെൻ 4 zeros 1 2 3 4. ഓക്കെ, ഇത്രയും വാല്യൂ വരും. ക്ലിയർ. ഇനി നമുക്ക് ഇവിടെ ടോട്ടൽ ഏരിയ ആവശ്യമുണ്ട്. സോ ടോട്ടൽ ഏരിയ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഈ രണ്ട് ഏരിയയും കൂടി ഈ ഏരിയ 1ഉം ഏരിയ 2ഉം കൂടി ആഡ് ചെയ്തു. സോ ദ ടോട്ടൽ ഏരിയ ഹിയർ ഇറ്റ് ഈസ് 7000. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 7000 കിട്ടും. അതേപോലെ നമുക്ക് a1 y1 പ്ലസ് a2 y2 ആവശ്യമുണ്ട്. ഈ ടേം a1 y1 പ്ലസ് a2 y2. സോ അതുകൊണ്ട് ഞാൻ ഈ രണ്ട് ടേമും കൂടി ഒന്ന് ആഡ് ചെയ്ത് വെച്ചു. സോ ഇത് ആഡ് ചെയ്യുമ്പം 103 ദെൻ 4 zeros ഇത്രയും വരും. സോ നമുക്ക് ഇത് കിട്ടി, ഈ ടേമും കിട്ടി, ടോട്ടൽ ഏരിയയും കിട്ടി. സോ നമുക്ക് y ബാർ കണ്ടുപിടിക്കാൻ പറ്റും. y ബാർ ഈസ് ഈക്വൽ ടു 103 4 zeros ഡിവൈഡഡ് ബൈ 7000. സോ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ദ ഡിസ്റ്റൻസ് വിൽ ബി 147.14 mm എന്ന് വരും. നമ്മളെല്ലാം mm ലാണ് എടുത്തത്. സോ ദ വാല്യൂ ഈസ് 144
147.14 mm. അതാണ് ഈ y ബാറിൻ്റെ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഈ ഡിസ്റ്റൻസ്, ഈ ബോട്ടം ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്റ്റൻസ് 147.14 mm ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആ പോർഷൻ ഒന്നും കൂടി റിഫ്രഷ് ചെയ്യുക. സോ y ബാർ ലൊക്കേറ്റ് ചെയ്തു. y ബാർ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻട്രോയിഡൽ ആക്സിസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസ് ഇവിടെയാണെന്ന് മനസ്സിലായി. നൗ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യയും കൂടി കണ്ടുപിടിക്കണം. നമുക്ക് ഐൻ്റെ വാല്യൂം വേണം, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു ന്യൂട്രൽ ആക്സിസ്. സോ ഈ സാധനം കൂടി കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ഇനി മാക്സിമം ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഇനി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. സോ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യണം. പാരലൽ ആക്സിസ് തിയറം നിങ്ങൾ അറിയുമെന്ന് വിചാരിക്കുന്നു. പാരലൽ ആക്സിസ് തിയറം മീൻസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എനി ആക്സിസ് എ ബി. ഒരു എ ബി എന്നുള്ള ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ മീൻസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ് ഐ ജി. ഇത് രണ്ടും എ ബിയും ഈ സെൻട്രോയിഡൽ ആക്സിസും പാരലൽ ആവണം. പ്ലസ് ദ ഏരിയ ഓഫ് ദ ഷേപ്പ്. നമ്മൾ റെക്ടാങ്കിൾ ആണെങ്കിൽ റെക്ടാങ്കിളിൻ്റെ പാരലൽ ആക്സിസ് തിയറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ റെക്ടാങ്കിളിൻ്റെ ഏരിയ ഏതാണോ നമ്മൾ ക്രോസ് സെക്ഷൻ യൂസ് ചെയ്യുന്നത് ആ ക്രോസ് സെക്ഷൻ്റെ ഏരിയ ഇൻറ്റു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ്. ഈ എ ബി എന്നുള്ള ആക്സിസും ജി എന്നുള്ള ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, ഇതിനെയാണ് പാരലൽ ആക്സിസ് തിയറം എന്ന് വിളിക്കുന്നത്. സോ ഈ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ moment of inertia about the neutral axis, moment of inertia of this total T section about neutral axis കണ്ടുപിടിക്കുന്നത്. So moment of inertia of total T section about neutral axis. So ഫസ്റ്റത്തെ റെക്റ്റാങ്കിൾ എടുക്കുക. അതിൻ്റെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് റെക്റ്റാങ്കിൾ എടുക്കും, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാരലൽ ആക്സിസ് തിയറം. ദെൻ സെക്കൻഡ് റെക്റ്റാങ്കിൾ എടുക്കും, ഫിഗർ 2 കൺസിഡർ ചെയ്യും, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു ന്യൂട്രൽ ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്യും. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. സോ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഫസ്റ്റ് ഫിഗർ നമ്മൾ ചെയ്യുന്നത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഫിഗർ 1 വിത്ത് റെസ്പെക്ട് ടു ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കും, പ്ലസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് സെക്കൻഡ് ഫിഗർ വിത്ത് റെസ്പെക്ട് ടു ന്യൂട്രൽ ആക്സിസ്. ഇഫ് യു ആഡ് ദീസ് ടു ക്വാണ്ടിറ്റീസ് യു വിൽ ഗെറ്റ് ദ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, ഇനി ഇത് രണ്ടും എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു ഓഫ് ഫിഗർ 1 വിത്ത് റെസ്പെക്ട് ടു ന്യൂട്രൽ ആക്സിസ് ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഫിഗർ 2 വിത്ത് റെസ്പെക്ട് ടു ന്യൂട്രൽ ആക്സിസ്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റെക്റ്റാങ്കിൾ എടുത്തു, ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ഈ പോയിന്റ്, ഇതിൻ്റെ സെൻട്രോ G1 എന്നുള്ള പോയിന്റ് ഈ അല്ലെങ്കിൽ C1 എന്നുള്ള പോയിന്റ് ഇതാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് ഇതാണ്. ഇതിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് B1 H1 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 ആണ്. BH3/12 ആണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റെക്റ്റാങ്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സെൻട്രോയിഡൽ ആക്സിസ്. സോ ഈ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കിട്ടി, ഈ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണ് ഇത്. ദെൻ നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ളതാണ്. സോ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യണം. സോ പ്ലസ് ഏരിയ ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് H1 എന്ന് പേര് കൊടുത്തത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ആക്സിസ്. സോ H1 സ്ക്വയർ. സോ അതാണ് ഈ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു ന്യൂട്രൽ ആക്സിസ്, പ്ലസ് ഇത് സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ ഇതേപോലെ തന്നെ ചെയ്യുമ്പോൾ എന്ത് വരും, സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡിലുള്ള ഈ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, അത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു ദിസ് സെൻട്രോയിഡൽ ആക്സിസ്, ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ഹൊറിസോണ്ടൽ സെൻട്രോയിഡൽ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഈസ് B2H2 3/12 ആണ്. പ്ലസ് ഇതിനെ നമുക്ക് ഇവിടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യനെ ഇങ്ങോട്ട് ഈ ന്യൂട്രൽ ആക്സിസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പ്ലസ് A2 ഇൻറ്റു ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ്, ഈ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എടുക്കണം, A2 ഇൻറ്റു H2 സ്ക്വയർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ്
ഫിഗർ ഉണ്ട്, ഈ സെക്കൻഡ് റെക്ടാങ്കിളിൻ്റെ ഫിഗർ 2ൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു ന്യൂട്രൽ ആക്സിസ് കിട്ടി. ദെൻ ഈ രണ്ട് ടേമും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സം എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ എൻറ്റയർ ടി സെക്ഷൻ. സോ ഇത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് B1 മീൻസ് ഇതാണ് 20 mm ആണ്. ഫിഗർ 1ൻ്റെ B1 മീൻസ് 20. സോ 20 ഇൻറ്റു BH ക്യൂബ് മീൻസ് ഹൈറ്റിൻ്റെ ക്യൂബ്, അല്ലെങ്കിൽ ഈ ആക്സിസ് ഇതാണ് ആക്സിസ് കട്ട് ചെയ്യുന്ന ഡയമെൻഷൻ ഇതാണ്. ഈ 200 mm കട്ട് ചെയ്തിട്ടാണ് ആക്സിസ് പോകുന്നത്. സോ ആ കട്ട് ചെയ്യുന്ന ഡയമെൻഷൻ്റെ റേസ് ടു 3 എടുക്കണം എപ്പോഴും. സോ BH³ ബൈ 12 പ്ലസ് ഏരിയ. ഫസ്റ്റ് ഫിഗറിൻ്റെ ഏരിയ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് 4000 ആണ്. സോ 4000. ഈ ഫിഗർ നിങ്ങൾ ഡിലീറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒഴിവാക്കരുത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ മൊമെൻ്റ് ഓഫ് ഇനേഷ്യേൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ ഫിഗറിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇൻറ്റു H1 സ്ക്വയർ മീൻസ് ഈ ഡിസ്റ്റൻസ്, ഇതാണ് H1 സ്ക്വയർ. അപ്പോൾ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ y ബാർ മൈനസ് ഈ y1 ബാർ ആണ് H1 എന്ന് പറഞ്ഞാൽ. സോ y ബാർ നമുക്ക് കിട്ടിയത് 147.14 ആണ്. സോ H1 സ്ക്വയർ ഈസ് 147.14 മൈനസ് ഈ ഡിസ്റ്റൻസ് എടുക്കുക. നിങ്ങൾ ഈ ടേബിൾ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഡിസ്റ്റൻസ് എടുത്താൽ മതി. സോ y ബാർ മൈനസ് 100 അതായിരിക്കും H1 എന്ന് പറഞ്ഞ ടേം ഹോൾ സ്ക്വയർ എടുക്കുക. ഓക്കെ, സോ y ബാർ മൈനസ് 100 അതാണ് ഈ ടേബിൾ ഇവിടെ വരച്ചു വെക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞത് ടേബിൾ നിന്ന് ഡയറക്റ്റ് നമുക്ക് കൂടുതൽ ചിന്തിക്കാനൊന്നും നിൽക്കണ്ട. y ബാർ എന്നുള്ളത് ഇത് മൈനസ് ഇത് 100 ചെയ്ത് കഴിഞ്ഞാൽ ഈ h എന്നുള്ള ഈ ഡിസ്റ്റൻസ് കിട്ടും. സോ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതായി ഫസ്റ്റ് ടേമായി. ദെൻ പ്ലസ് സെക്കൻഡ് ടേം, ഇത് സെക്കൻഡ് റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് 150 ആണ്. സോ 150 ഇൻറ്റു ഹൈറ്റ് 20. ഈ 20 mm ആക്സിസ് കട്ട് ചെയ്യുന്നത്. സോ 20 പവർ 3 എന്ന് വരും, ഡിവൈഡഡ് ബൈ 12 പ്ലസ് ഏരിയ ഓഫ് സെക്കൻഡ് ഷേപ്പ് ഈസ് ഫിഗർ 2 ഈസ് 3000. സോ 3000 ഇൻറ്റു y ബാർ, അല്ലെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ y2 ആണ് അധികം ലാർജ് ഡിസ്റ്റൻസ്. സോ y2 ബാർ മൈനസ് y ബാർ എടുത്താൽ മതി. y2 ബാർ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, സ്ക്വയർ വരുന്നതുകൊണ്ട് h സ്ക്വയർ എന്നുള്ള ടേം വരുന്നതുകൊണ്ട് ഏത് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതേ ഫോർമാറ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടോട്ടൽ 147.14 ഉണ്ട്, മൈനസ് ഈ ടേം. ഫസ്റ്റിൽ നമ്മൾ 100 ആണ് മൈനസ് ചെയ്തത്, സെക്കൻഡിൽ മൈനസ് 210 ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ ഇത് പോസിറ്റീവായിട്ട് മാറും. സോ നിങ്ങൾ ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ആദ്യം ഈ y ബാർ കിട്ടും. y ബാർ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടാകും. ആ y ബാർ മൈനസ് ഈ ഫസ്റ്റ് ഇത് ചെയ്താൽ H1 എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടും, ഇത് കിട്ടും. ദെൻ y ബാർ മൈനസ് സെക്കൻഡ് ഈ സാധനം സബ്ട്രാക്ട് ചെയ്താൽ H2 എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടും. രണ്ടിനെ സ്ക്വയർ ചെയ്യാം. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കിട്ടും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഞാനിവിടെ ഫൈനൽ ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ. ദ ഫൈനൽ ആൻസർ ഈസ് അറൗണ്ട് 34.18 ഇൻറ്റു 10⁻⁶ mm⁴. 34.18 ഇൻറ്റു 10⁻⁶ mm⁴ എന്ന് വരും. ഇത് നോട്ട് ചെയ്ത് വെക്കുക. സോ ഇതാണ് ഈ എൻറ്റയർ ടി സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. സോ ഇത് ഞാൻ ഒന്നും കൂടി പറയുന്നു. ഇത് നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പോർഷൻ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഈ പോർഷൻസ് റിഫ്രഷ് ചെയ്യാം. ഹൗ ടു ലൊക്കേറ്റ് സെൻട്രോയിഡ് ആൻഡ് ഹൗ ടു കാൽക്കുലേറ്റ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ഈ പ്രോബ്ലം ബെൻഡിങ്ങിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ബ്രീഫായിട്ട് എല്ലാ സ്റ്റെപ്പും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് കാണുക. സോ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കിട്ടി. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് ഇവിടെ y ബാർ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. y ബാർ നമുക്കറിയാം, y ബാർ ഈസ് 147.14 mm ആണ്. ഫ്രം ബോട്ടം ആക്സിസ് ഇവിടെ നിന്ന് 144.
147.14 mm വൈ ബാർ ഉള്ളത്. സോ വൈ ബാർ ലൊക്കേറ്റ് ചെയ്തു. ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ ബെൻഡിങ് മൊമെൻ്റ് കണ്ടുപിടിക്കണം. ബെൻഡിങ് മൊമെൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രവും ഷിയർ ഫോഴ്സ് ഡയഗ്രവും വരയ്ക്കണം. സോ അത് രണ്ടും വരയ്ക്കണമെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ സപ്പോർട്ട് റിയാക്ഷൻസ്. ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് ഇതിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കണം. സോ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേഷനാണ്. ഇതും നിങ്ങൾ ബേസിക് മെക്കാനിക്സിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് ചെയ്യുന്ന പ്രൊസീജിയർ അവിടെ നോക്കുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാനിത് ഫിഗറും കൂടി ഒന്ന് വരയ്ക്കാം. ഇതാണ് നമ്മളെ ബീം. ഇവിടെ RA ഉണ്ട്, ഇവിടെ RB, ഇവിടെ ഒരു 1000 കിലോ ന്യൂട്ടൺ ഉണ്ട്, 1000 കിലോ ന്യൂട്ടൺ. ഇവിടെ ഒരു UDL ഉണ്ട്. UDLൻ്റെ വാല്യൂ 400 കിലോ ന്യൂട്ടൺ ആണ്. ഇത് 400 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഈ ഡിസ്റ്റൻസ് 10 മീറ്റർ, ദെൻ റിമൈനിങ് ഈ ഡിസ്റ്റൻസ് 4 മീറ്റർ. സോ ഇതാണ് നമ്മൾ തന്നിട്ടുള്ള ലോഡ് ഡയഗ്രാം. സോ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു അസ്യൂം ദാറ്റ് വി ഹാവ് ടു കൺസിഡർ ദ എൻറ്റയർ ബീം ഈസ് ഇൻ ഇക്വിലിബ്രിയം. സോ യു ക്യാൻ ടേക്ക് സിഗ്മ FI ഈസ് ഈക്വൽ ടു 0. FI 0 എടുക്കുമ്പോൾ ഫസ്റ്റ് അപ്വേർഡ് ഫോഴ്സ് RA വരും. RA മൈനസ് ഈ UDL. സോ 400 ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്. ടോട്ടൽ ലോഡ് പെർ കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. സോ 400 ഇൻറ്റു 10 ചെയ്യുമ്പോൾ ടോട്ടൽ ലോഡ് കിട്ടും. സോ മൈനസ് 400 ഇൻറ്റു 10. ദെൻ നെക്സ്റ്റ് പ്ലസ് RB, അപ്വേർഡ് ആയതുകൊണ്ട് പ്ലസ് RB. ദെൻ ഡൗൺവേർഡ് 1000 ഉണ്ട്, മൈനസ് 1000 ഈസ് ഈക്വൽ ടു 0. അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവ് ആക്കിയിട്ടും ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവ് ആയിട്ടും എടുത്തു. സോ ഫ്രം ദിസ് നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടും. ഫസ്റ്റ് ഇക്വേഷൻ RA പ്ലസ് RB ഈസ് ഈക്വൽ ടു, ഇത് 4000ഉം ഇത് 1000ഉം വരും. റൈറ്റ് സൈഡിലേക്ക് വരുമ്പം ഈക്വൽ ടു 5000 എന്ന് വരും. So put it as equation 1. Now take the moment with respect to any point. So suppose I am considering the moment, I am taking the moment with respect to point A equal to 0, equilibrium, second equilibrium condition. So moment എടുക്കുമ്പോൾ ഫസ്റ്റ് RB into ഈ ഡിസ്റ്റൻസ് ആൻറ്റി-ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആണ്. I am assuming ആൻറ്റി-ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആസ് പോസിറ്റീവ്. സോ RB into 10 വരും. ദെൻ ഈ 400 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 400 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ മീൻസ് ഇറ്റ് ഈസ് ആക്ച്വലി 4000 ന്യൂട്ടൺ ഇതിൻ്റെ സെൻട്രോയിഡ് ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മാതിരി നമുക്ക് കൺസിഡർ ചെയ്യാം. സോ 400 ഇൻറ്റു 10 അത്രയും ഫോഴ്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 5 മീറ്റർ ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത് സെൻട്രൽ പോയിന്റിൽ. സോ ദ ടോട്ടൽ മൊമെൻറ്റ് ഈസ് 400 ഇൻറ്റു 10 ആണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് 5 മീറ്റർ ആണ് എയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എയിലേക്കുള്ള ഡിസ്റ്റൻസ് 5 ആണ്. സോ ഇത്രയും വരും മൊമെൻറ്റ്. ഈ UDLനെ കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന മൊമെൻറ്റ് ഇത്രയും എമൗണ്ട് ആയിരിക്കും. ദെൻ ഡൗൺവേർഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഈ പോയിന്റ് A ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സോ നമ്മളിതിന് മൈനസ് സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇവിടെ ഒരു 1000 ഉണ്ട്. എഗെയിൻ ഇത് പോയിന്റ് A ഫിക്സ് ചെയ്യുമ്പം ഈ 1000 ന്യൂട്ടൺ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളത്. സോ ക്ലോക്ക് വൈസ് ആണ്. സോ 1000 ഇൻറ്റു 14 ടോട്ടൽ ഡിസ്റ്റൻസ് 10 പ്ലസ് 4 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. സോ 1000 ഇൻറ്റു 14 ചെയ്ത് കഴിഞ്ഞാൽ ആ മൊമെൻറ്റും 1000 ന്യൂട്ടൺ കിലോ ന്യൂട്ടൻ്റെ മൊമെൻറ്റും കിട്ടി. ദാറ്റ്സ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഇതൊന്ന് RB ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു ഇത് ചെയ്ത് കഴിഞ്ഞാൽ 20,000 എന്ന് വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 14,000 എന്ന് വരും. സോ RB ഈസ് ഈക്വൽ ടു 20,000 പ്ലസ് 14,000 ഡിവൈഡഡ് ബൈ ഈ 10 ചെയ്ത് കഴിഞ്ഞാൽ RB കിട്ടും. സോ RBൻ്റെ വാല്യൂ 3400 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. RA ഇതൊന്ന് 5000 മൈനസ് ഈ ഫ്രം ഇക്വേഷൻ 1 RA ഈസ് ഈക്വൽ ടു 5000 മൈനസ് 3400 ഇറ്റ് ഈസ് 1600 കിലോ ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ, സോ RAയും RBയും കിട്ടി. നൗ വി ക്യാൻ ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇനി അതിന്ന് ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അതിന്ന് നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെയാണെന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. M എന്നുള്ള വാല്യൂ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. സോ ഞാനിവിടെ ലോഡ് ഡയഗ്രാം ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ. ഇതിൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നോക്കുക. ഇവിടെ RA 1600 കിലോ ന്യൂട്ടൺ ആണ്. RB 3400 കിലോ ന്യൂട്ടൺ ആണ്. നമ്മളിപ്പം കണ്ടുപിടിച്ചു. സോ പോയിന്റ് A നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പോയിന്റ് A നിന്ന് 1600
അപ്വേർഡ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുക. സോ ഞാൻ ഇതിനെ ഒരു 1600 ആക്കി എടുത്തു ഈ ഹൈറ്റ്. സോ ഇതാണ് ഫസ്റ്റ് പോയിന്റ് എയിൽ 1600 ന്യൂട്ടൺ. ദെൻ UDL ആണ്. സോ UDL കോൺസ്റ്റന്റ് ലോഡാണ്, ഒറിസോണ്ടൽ ലോഡാണ്. സോ ഇൻക്ലൈൻ ലൈന് വരും. സോ ഇതിൻ്റെ ടോട്ടൽ എഫക്റ്റ് 400 ഇൻറ്റു 10 ആണ്. ടോട്ടൽ പോയിന്റ് ബിയിലെത്തുമ്പം വരുന്ന എഫക്റ്റ് 4000 ആണ്. സോ ഇവിടെ 4000 ആണ് ബിയിൽ വരുന്ന എഫക്റ്റ്. സോ 1600 ബാക്കി 4000 ഡൗൺവേർഡ് ആയതുകൊണ്ട് 1600 താഴത്തേക്കാണ് വരുന്നത്, താഴത്തേക്കുള്ള സ്ലോപ്പാണ്. 1600 4000 പോയി കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2400 വരും. സോ ഇവിടെ ഒരു 2400 റിമെയിൻ ചെയ്യും. ദെൻ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട്, ഹൊറിസോണ്ടൽ ലോഡ് ആയതുകൊണ്ട് ഇവിടെ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ദെൻ ഇവിടുന്ന് ഒരു 3400 അപ്വേർഡ് ഡയറക്ഷനിൽ വരണം. സോ നമുക്ക് അത് മാർക്ക് ചെയ്യുമ്പോൾ 2400 ഇവിടുന്ന് മേലോട്ട്. സോ ഇവിടം വരെ 2400 പ്ലസ് ഒരു 1000 കൂടി വരും. സോ ഇത് ഈ പോയിന്റ് 1000 ആണ്. ഇതാണ് പോയിന്റ് ബിയിലുള്ള. ഇപ്പം ബിയിലെത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഡിയിലേക്ക് പോകണം. സോ ബി ടു ഡി വേറെ ലോഡൊന്നുമില്ല. സോ ഇവിടെ നിന്ന് കോൺസ്റ്റന്റ് പോയിന്റ് ലോഡ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു കോൺസ്റ്റന്റ് ഹൊറിസോണ്ടൽ ലോഡ്, ഹൊറിസോണ്ടൽ ലൈന് വരും. ദെൻ ഡിയിലെത്തിക്കഴിഞ്ഞാൽ ഒരു 1000 താഴത്തേക്കുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി 1000 ആണുള്ളത്. സോ 1000 താഴത്തേക്ക് പോകുമ്പം ഇവിടെ കറക്റ്റ് ഈ പോയിന്റിൽ തിരിച്ചെത്തും. സോ നമ്മൾ ചെയ്തത്, നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻ ഈ 1600 ഈ 3400 എല്ലാം കറക്റ്റാണ്. അതുകൊണ്ടാണ് തിരിച്ച് 0 പോയിന്റിൽ തന്നെ തിരിച്ചെത്തിയത്. ഓക്കെ, ഇത്രയും കിട്ടി. നൗ നമുക്ക് ഇതിൻ്റെ ഏരിയ, ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. ഈ ഏരിയയും കൂടി കണ്ടുപിടിച്ച് വെക്കണം. ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. സോ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു പ്രോബ്ലം, ടോട്ടൽ ഡിസ്റ്റൻസ്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 10 ആണ്. സോ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടണം. ഈ ഡിസ്റ്റൻസ് കിട്ടിയാലേ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ സപ്പോസ് ഇതിന് ഞാൻ എക്സ് എന്ന് അസ്യൂം ചെയ്തു. സോ ഇത് എക്സ് ആയതുകൊണ്ട് റിമൈനിങ് ഈ ഡിസ്റ്റൻസ് 10 മൈനസ് എക്സ് ആയിരിക്കും. ടോട്ടൽ ഡിസ്റ്റൻസ് 10 ആണ്. സോ ഇത് എക്സും ഇത് 10 മൈനസ് എക്സ് എന്നും വരും. സോ ഇനി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കോമൺ ആണ്. സോ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും നമുക്ക് റേഷ്യോസ് സെയിം ആയിട്ട് എടുക്കാം. സോ ഈ റേഷ്യോ ഫസ്റ്റ് 16 അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആദ്യം എടുത്തു. എക്സ് ഡിവൈഡഡ് ബൈ 1600 ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് വരും, 10 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഈ ഹൈറ്റ്, ബേസ് ബൈ ഹൈറ്റ് റേഷ്യോ ട്രയാങ്കിളിൻ്റെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ 2400 എന്ന് വരും. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. 2400 എക്സ് ഈക്വൽ ടു 1600 ഇൻറ്റു 10, 16000 മൈനസ് 1600 എക്സ് എന്ന് വരും. സോ ഇത് എക്സിൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതിയാൽ ഇത് പ്ലസ് ഇത് എന്ന് വരും. സോ 4000 എക്സ് ഈസ് ഈക്വൽ ടു 16000 എന്ന് വരും. സോ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. സോ 4x ഈസ് ഈക്വൽ ടു 16 എന്ന് വരും. സോ എക്സ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ എന്ന് വരും. സോ ഈ ഡിസ്റ്റൻസ് 4 മീറ്റർ ആണ്. റിമൈനിങ് ഈ ഡിസ്റ്റൻസ് 6 മീറ്ററുമാണ്. ഓക്കെ, സോ ഈ പോയിന്റുള്ള മൊമെൻറ്റും കൂടി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വെർട്ടിക്കൽ ലൈൻ ഈ പോയിന്റിലായിരിക്കും ഒരു മാക്സിമം പോയിന്റ്. ഈ സെക്ഷൻ എ ബിൻ്റെ ഇടയിൽ മാക്സിമം മൊമെന്റ് വരുന്നത് ഈ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിലായിരിക്കും. അതേമാതിരി ഈ ബി ഡി എന്നുള്ള പോർഷനിൽ മാക്സിമം വരുന്നത് ഈ പോയിന്റ് ബിയിലായിരിക്കും. കാരണം അവിടെയാണ് ഷിയർ ഫോഴ്സ് 0 വരുന്നത്. സോ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ, ഈ ഏരിയ എത്ര വരും നോക്കാം. സോ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ 1/2 ഇൻറ്റു 1600 ഇൻറ്റു 4. സോ നിങ്ങൾക്ക് ഏരിയ 3200 എന്ന് വരും. ഈ ഏരിയ 3200. അതേമാതിരി ഈ റെക്ടാങ്കുലർ പോർഷൻ്റെ ഏരിയ 4000 ഇൻറ്റു 1000 ഇൻറ്റു 4 എന്ന് ചെയ്താൽ 4000 എന്ന് വരും. ദെൻ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഇറ്റ് ഈസ്
7200, half into 6 into 2400. സോ 7200 എന്ന് വരും. സോ എല്ലാ ഏരിയയും കിട്ടി. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. സോ ഫസ്റ്റ് പോയിന്റ് എയിൽ സ്റ്റാർട്ട് ചെയ്യാം. പോയിന്റ് എയിൽ ബെൻഡിങ് മൊമെൻ്റ് ഒന്നുമില്ല. സോ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഈ 3200 വരും, പോസിറ്റീവാണ്. സോ അപ്വേർഡ് ഡയറക്ഷനിൽ സ്ലോപ്പ് മേലോട്ട് വരുന്ന വിധത്തിൽ അപ്വേർഡ് ഡയറക്ഷനിൽ വരയ്ക്കണം. ദെൻ ഇവിടെ ലാർജ് ലോഡും ഇവിടെ സ്മോൾ ലോഡുമാണ്. ലാർജ് നിന്ന് സ്മോളിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ലാർജ് സ്ലോപ്പ് നിന്ന് സ്മോൾ സ്ലോപ്പിലേക്കാണ്. സോ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഒരു പാറ്റേണിലായിരിക്കും പോവുക. ഇവിടെ സ്ലോപ്പ് അധികമായിരിക്കും, ഇവിടെ അപ്രോക്സിമേറ്റ്ലി ഹൊറിസോണ്ടൽ ആയിട്ട് വരും. സോ ഈ വാല്യൂ 3000, ഈ പോയിന്റിലുള്ള വാല്യൂ 3200 എന്ന് വരും. സോ 3200 കിട്ടി. ദെൻ താഴത്തേക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിൽ പോകണം. അത് 7200 ആണ് പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ 3200 ഓൾറെഡി ഇവിടെ ഉണ്ട്. ബാക്കി ഇവിടെ നിന്ന് താഴത്തേക്ക് 7200 പോകണം. സോ 3200 മൈനസ് 7200 വരുമ്പോൾ ഒരു 4000 എന്ന് വരും. സോ ഇവിടെ 4000 എന്ന് വരും. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇനി അതിൻ്റെ സ്ലോപ്പ് നോക്കുക. ഇവിടെ സ്മോൾ ആണ്, ഇവിടെ ലാർജ് ആണ്. സോ സ്മോൾ സ്ലോപ്പിൽ നിന്ന് ലാർജ് സ്ലോപ്പിലേക്ക് പോകണം. സോ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഹൊറിസോണ്ടലി വന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ വെർട്ടിക്കലി മാറും. സോ ഇവിടെ എത്തി. ഇത് നിങ്ങൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒന്ന് നീറ്റായിട്ട് വരയ്ക്കുക. ഇങ്ങനെ 4000-ലെത്തി. ഓക്കെ. ദെൻ 4000 നിന്ന് ഇവിടുത്തെ നെക്സ്റ്റ് പോസിറ്റീവ് ആണ്. സോ ഇവിടെ നിന്ന് അപ്വേർഡ് ഡയറക്ഷനിലാണ് പോകേണ്ടത്. 4000 ആണ് മേലോട്ട് പോകേണ്ടത്. ദെൻ ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ ആയതുകൊണ്ട് ഇവിടെ വരുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇൻക്ലൈൻ ലൈൻ ആയിരിക്കും. സോ കറക്റ്റ് 4000 മേലോട്ട് പോകുമ്പം ഇവിടെ 0-ൽ തന്നെ തിരിച്ചെത്തി. സോ നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻ എല്ലാം കറക്റ്റാണ്. സോ ഇവിടെ നോക്കുമ്പം നമുക്ക് ഇനി ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് 2 പോയിന്റിലാണ്. ഒരു ഇവിടെ പ്ലസും ഇവിടെ മൈനസും. സോ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എം മാക്സ് വരുന്നത് 2 പോയിന്റിൽ വരുന്നുണ്ട്. ഒന്ന് 3200 പ്ലസ് 3200. ഇത് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ ഫ്രം എൻഡ് എ അവിടെ വരുന്നുണ്ട്. അതേപോലെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്ന വേറൊരു പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. -4000. നെഗറ്റീവാണ്, നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് -4000 ആണ് നെക്സ്റ്റ് മാക്സിമം വരുന്ന പോയിന്റ്. ഇത് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് എക്സ് ഈസ് ഈക്വൽ ടു പോയിന്റ് ബിയിലാണ് മാക്സിമം വരുന്നത്. ഈ പോയിന്റിലാണ് മാക്സിമം വരുന്നത്. ബിയിൽ 10 മീറ്ററിലാണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 10 ഫ്രം എൻഡ് എ. സോ ഈ 2 പോയിന്റിലും ബെൻഡിങ് മൊമെൻറ്റ് ഒന്ന് പോസിറ്റീവ് മാക്സിമം, പോസിറ്റീവ് സൈഡിൽ 3200 ആണ് മാക്സിമം വരുന്നത്. നെഗറ്റീവ് സൈഡിൽ 4000 ആണ് മാക്സിമം വരുന്നത്. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിഗ്മ ബി മാക്സിമം ആണ്. സിഗ്മ മാക്സിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ 2 വാല്യൂവും വെച്ചിട്ട് സിഗ്മേൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. കാരണം ഇവിടെ നമുക്ക് തന്ന ഫിഗർ സിമെട്രിക് അല്ല, ഒരു ടി സെക്ഷൻ ആണ്. ടി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ടി സെക്ഷൻ ആയതുകൊണ്ട് ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും അതേമാതിരി ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ടോപ്പിലേക്കുള്ള ഡിസ്റ്റൻസും വ്യത്യാസമാണ്. രണ്ടും ഡിഫറൻ്റ് ആണ്. ഇത് വൈ ബോട്ടും വൈ ടോപ്പും എടുക്കുകയാണെങ്കിൽ രണ്ടും ഡിഫറൻ്റ് ആണ്. സോ രണ്ടും ഡിഫറൻ്റ് സിമെട്രിക് അല്ലാത്തത് കൊണ്ട് എവിടെയാണ് ഏത് കോമ്പിനേഷനിലാണ് മാക്സിമം വരിക എന്ന് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഒരു റെക്റ്റാങ്കിൾ ക്രോസ് സെക്ഷൻ ആയിരുന്നു. അവിടെ ഈ പ്രശ്നമൊന്നുമില്ല. നമുക്ക് സിമെട്രി കറക്റ്റ് സെൻട്രൽ കൂടെയാണ് ന്യൂട്രൽ ആക്സിസ് പോകുന്നത്. സോ കറക്റ്റ് സെൻട്രൽ ആയതുകൊണ്ട് കറക്റ്റ് സെൻട്രൽ ആക്സിസ് കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ മാക്സിമം ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും. രണ്ടും സെയിം വാല്യൂ ആയിരിക്കും. ഡിസ്റ്റൻസ് ഒരൊറ്റ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്വേർഡ് ഡയറക്ഷനിലും ഡിസ്റ്റൻസ് സെയിം ആണ്, ഡൗൺവേർഡ് ഡയറക്ഷനിലും ഡിസ്റ്റൻസ് സെയിം ആണ്. സോ നമുക്ക് കറക്റ്റായിട്ട് മാക്സിമം ഏതെങ്കിലും ഒന്നിലെ ടോപ്പ് ലെയർ അല്ലെങ്കിൽ ബോട്ടം ലെയർ രണ്ടും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ഡിസ്റ്റൻസ് ഡിഫറൻ്റ് ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസും ഈ വാല്യൂവും രണ്ടും എടുത്തു നോക്കണം. അതേമാതിരി ഈ ഡിസ്റ്റൻസും ഈ 2 വാല്യൂവും വെച്ചിട്ട് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൽ
ലാർജ് വാല്യൂ, കംപ്രഷൻ വരുന്ന ലാർജ്, നെഗറ്റീവ് വരുന്ന ലാർജ് വാല്യൂ ഏതാണെന്ന് ഫിക്സ് ചെയ്യണം. അതേമാതിരി പോസിറ്റീവ് വരുന്ന ലാർജ് വാല്യൂ ഏതാണെന്ന് നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പം ഇതിൽ 2 കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഈ 2 വാല്യൂവിനും വൈൻ്റെ ഒരു വാല്യൂവിന് 2 ഇതും വരും ഇതും വരും, 2 ആൻസർ വരും. ഇതിൻ്റെ ഈ വൈ ബോട്ടം ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതും വരും, 4000 വരും. സോ അത് വെച്ചിട്ട് അതിൽ ഏതാണോ ഹയസ്റ്റ് പോസിബിൾ വാല്യൂസ് അതാണ് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വരാൻ കാരണം ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ടി ഷേപ്ഡ് ക്രോസ് സെക്ഷൻ ആയതുകൊണ്ടാണ്, സിമെട്രിക് അല്ലാത്തതുകൊണ്ടാണ്. സിമെട്രിക് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഡയറക്റ്റ്ലി നിങ്ങൾ ഈ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ, അതായത് നമ്മൾ ഈ ഇക്വേഷനിൽ ഡയറക്റ്റ്ലി ഈ ഇക്വേഷനിൽ എമ്മിന് മാക്സിമം വാല്യൂ കൊടുത്താൽ മതി. സിമെട്രി ഫിഗർ ആയതുകൊണ്ട്, ഇവിടെ ഇങ്ങനത്തെ ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് ഏത് കോമ്പിനേഷൻ, 2 വൈയും ഉണ്ട്, 2 ഡിസ്റ്റൻസ് ഉണ്ട്, 2 ബെൻഡിങ് മൊമെൻറ്റും ഉണ്ട്. സോ അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ വെച്ചിട്ട് ഏത് ഡിസ്റ്റൻസിലാണ് ഹയസ്റ്റ് വരുന്നത് നോക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് കൂടുതൽ ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഇതാണ് നമ്മളെ ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസിൻ്റെ ഈ ഡിസ്റ്റൻസ് നമ്മളിപ്പം കണ്ടുപിടിച്ചു, 147.14 എന്നാണ് നമുക്ക് കിട്ടിയത്. സോ ഇതാണ് ന്യൂട്രൽ ആക്സിസ്. നമുക്കറിയാം സ്ട്രെസ് മാക്സിമം വരിക ഒന്നുമില്ലെങ്കിൽ ഈ ലെയറിലായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ബോട്ടം ലെയറിലേക്കായിരിക്കും. സോ ഞാൻ ഈ 2 ഡിസ്റ്റൻസ്, ഈ ആക്സിസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഈ ആക്സിസിൽ നിന്ന് താഴത്തേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എടുത്തു. ഇതിന് ഞാൻ സി ബോട്ടം എന്ന് പേര് കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ പ്രകാരം നമ്മൾ വൈ ബോട്ടം എന്നാണ് പേര് കൊടുത്തത്. വൈ എന്നാണ് നമ്മൾ ഡിസ്റ്റൻസിന് വിളിച്ചത്. സോ വൈ ബോട്ടം എന്ന് പേര് കൊടുത്തു. ഇത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. നമ്മൾ ഡെറിവേഷൻ ചെയ്തപ്പം ഈ ഡയറക്ഷൻ ആണ് പോസിറ്റീവ് ആക്കി എടുത്തത്. സോ ഇത് പോസിറ്റീവ്, ഈ ഡിസ്റ്റൻസ് പോസിറ്റീവ് 147.14 എന്ന് വിളിച്ചു. അതേമാതിരി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ്, നെക്സ്റ്റ് ഈ ഡിസ്റ്റൻസ് ടോപ്പ് ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് ടോട്ടൽ ഹൈറ്റ് 220 ആണ്. 220 മൈനസ് ഈ വൈ ബാർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും. ഇറ്റ് ഈസ് 72.86 എന്ന് വരും. ഇത് അപ്വേർഡ് ഡയറക്ഷൻ ആണ്. നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡെറിവേഷനിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് പോസിറ്റീവ് ആക്കി എടുത്തത്. അപ്വേർഡ് ഡയറക്ഷൻ കംപ്രഷൻ ആയതുകൊണ്ട് നെഗറ്റീവ് വരും. സോ മൈനസ് 72.86 എന്ന് വരും. ഇതിനെ ഞാൻ വൈ ടോപ്പ് എന്നും വിളിച്ചു. സി ടോപ്പ് എന്ന് വിളിക്കേണ്ട, വൈ ടോപ്പ്. സോ നമുക്ക് 2 ഡിസ്റ്റൻസ് കിട്ടി. വൈ ബോട്ടം ഈസ് 147.14 ആണ്. ഇതാണ് ബോട്ടം ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ്. ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ബോട്ടം ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിനെ വൈ ബോട്ടം എന്ന് വിളിച്ചു. ദെൻ വൈ ടോപ്പ് ഉണ്ട്, ടോപ്പ് ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ്. വൈ ടോപ്പ് ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ് മീൻസ് ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഈ ടോപ്പ് ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ്. അത് ടോട്ടൽ ഹൈറ്റ് 220 ആണ്. 220 നിന്ന് ഈ ഡിസ്റ്റൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ഇത് കിട്ടും. ദാറ്റ് ഈസ് 72.86 ഇതാണ് വൈ ടോപ്പിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇനി ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ബെൻഡിങ് ഡെറിവേഷൻ ചെയ്തത് ഡൗൺവേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് ആണ്, അപ്വേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് ആണ്. സോ ഡയറക്ഷനും കൂടി അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. സോ ഇനി നമുക്ക് ബെൻഡിങ് സ്ട്രെസ് കാണാം. ബെൻഡിങ് സ്ട്രെസ് ഇക്വേഷൻ നമുക്കറിയാം. ബെൻഡിങ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു സിഗ്മ ബി ഈസ് ഈക്വൽ ടു എം ബൈ ഐ ഇൻറ്റു വൈ മാക്സ് ആണ്. എം ബൈ നമുക്ക് മാക്സിമം ആണ്, ബെൻഡിങ് മാക്സിമം ആണ് കാണേണ്ടത്. എം ബൈ ഐ ഇൻറ്റു വൈ മാക്സ്. സോ നമുക്ക് ഓരോ പോയിന്റിലെയും ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഈ പോയിന്റിലുള്ള, അതായത് എക്സ് ഈസ് ഈക്വൽ ടു ഈ 3200, എക്സ് ഈസ് ഈക്വൽ ടു ഈ പോയിന്റ്, എക്സ് 4 ആകുമ്പോഴുള്ള വാല്യൂ വെച്ചിട്ടുള്ള ബെൻഡിങ് കണ്ടുപിടിക്കുക. അതായത് 3200 വെച്ചിട്ട് ഈ എമ്മിന് ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ബെൻഡിങ് സ്ട്രെസ് എന്ത് വരും എന്നുള്ളത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. സോ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ ഫ്രം ലെഫ്റ്റ് എൻഡ്. ഓക്കെ, നമ്മളത് എഴുതുന്നില്ല. സോ എമ്മിൻ്റെ വാല്യൂ, ദ വാല്യൂ ഓഫ് എം ഈസ് 3200 ആണ്, പോസിറ്റീവ് ആണ്. 3200 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. സോ ഇത് വെച്ചിട്ട് ഈ വാല്യൂ വെച്ചിട്ട് സിഗ്മ ബി ബെൻഡിങ്, ഈ ബി റെപ്രസെൻ്റ് ചെയ്യുന്ന ബെൻഡിങ് ആണ്. സോ എം ബൈ ഐ ഈസ് ഈക്വൽ ടു വൈ.
സോ ഞാൻ ഫസ്റ്റ് ബോട്ടം, ഈ ബോട്ടം ലെയറിലുള്ള ബെൻഡിങ് ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. സോ സിഗ്മ ബോട്ടം ഈസ് ഈക്വൽ ടു എമ്മിൻ്റെ വാല്യൂ 3200 ഇൻറ്റു വൈ ബോട്ടം ഈസ് 147.14 ആണ്. 147.14 mm ആണിത്, എല്ലാം mmലാണ്. ഡിവൈഡഡ് ബൈ ഐൻ്റെ വാല്യൂ, ദ വാല്യൂ ഓഫ് ഐ ഈസ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, 34.18 ഇൻറ്റു 10⁶. 34.18 ഇൻറ്റു 10⁶. ഓക്കെ, സോ 3200 ഇൻറ്റു 147.14 ഡിവൈഡഡ് ബൈ 34.18 ഇൻറ്റു 10⁶. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോട്ടം ലെയറിൽ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ എക്സ് ഈസ് ഈക്വൽ ടു 4 മീറ്ററിൽ ബീമിൽ, ഇതാണ് ബീമെങ്കിൽ ഇവിടെ നിന്ന് 4 മീറ്റർ എവേ ഉള്ള സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇത് മാക്സിമം ആണോ നമുക്ക് അറിയില്ല, നമ്മൾ ഫൈനലി എല്ലാ വാല്യൂം കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിവിടെ ആൻസർ എഴുതാം. 13,775.5 മെഗാ പാസ്കൽ എന്ന് വരും. ഓക്കെ, സോ ഇതിൽ 3000 നിങ്ങൾ സൈനും കൂടി നോക്കുകയാണെങ്കിൽ ഇത് പോസിറ്റീവാണ്. ഈ ഡിസ്റ്റൻസ് താഴത്തേക്കുള്ള ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അതും പോസിറ്റീവാണ്. സോ ഇത് പോസിറ്റീവ് വാല്യൂ ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ ഇത് ടെൻഷനാണ്. ഓക്കെ, സോ ബോട്ടം ഇങ്ങനെ കിട്ടി. ഓക്കെ, നൗ ഈ എക്സ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ, ഇപ്പം നമ്മൾ ബോട്ടം ലെയറിലാണ് കണ്ടുപിടിച്ചത്. ഇതേ ഡിസ്റ്റൻസിൽ എക്സ് ഈസ് ഈക്വൽ ടു 4 മീറ്ററിൽ ടോപ്പ് ലെയറിലുള്ള ബെൻഡിങ് മൂവ്മെൻറ്റ് കണ്ടുപിടിക്കും. സോ നമ്മൾ നെക്സ്റ്റ് അത് നോക്കാം. എഗെയിൻ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 4 മീറ്റർ, ബെൻഡിങ് മൂവ്മെൻറ്റ് ഈസ് പ്ലസ് 3200 കിലോ ന്യൂട്ടൺ മീറ്റർ സംതിങ്. നിങ്ങൾ യൂണിറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വൈ ഇപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് ബോട്ടമാണ്. സോ വൈ ടോപ്പ് എടുക്കണം. ടോപ്പ് പോർഷനിലാണ് നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. വൈ ടോപ്പ് മീൻസ് -72.86 -72.86 mm. ദെൻ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. സിഗ്മ ബി ഈസ് ഈക്വൽ ടു എം ബൈ ഐ ഇൻറ്റു വൈ. സോ എം ഈസ് 3200 divided by I, 34.18 into 10⁶ into y minus 72.86. ഓക്കെ, ഇനി നിങ്ങളിതിനെ കൺവേർഷൻ എല്ലാം മീറ്ററിലേക്ക് മാറ്റുമ്പം ഇവിടെ ഒരു 10⁶ കൂടി വരും. സോ ഫൈനലി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻസർ സിഗ്മ ബെൻഡിങ് സ്ട്രെസ് നമ്മൾ ടോപ്പ് ലെയറിലാണ് കണ്ടുപിടിക്കുന്നത്. സോ സിഗ്മ ടോപ്പ് എന്ന് പേര് കൊടുത്തു. സിഗ്മ ടോപ്പ് ഈസ് -6821.3 മെഗാ പാസ്കൽ എന്ന് വരും. ഓക്കെ, സിഗ്മ ടോപ്പ്. സോ അറ്റ് 4 മീറ്ററിൽ എക്സ് 4 മീറ്ററിൽ നമുക്ക് സിഗ്മ ബോട്ടം കിട്ടി, അതേമാതിരി സിഗ്മ ടോപ്പും കിട്ടി. സിഗ്മ ബോട്ടം കിട്ടിയ വാല്യൂ 13,775 13,775.5 മെഗാ പാസ്കലാണ്. ഇത് ടെൻഷനാണ്. ഇതിൻ്റെ ടോപ്പിൽ കിട്ടിയ വാല്യൂ മൈനസ് അല്ലെങ്കിൽ 6,821.3 മെഗാ പാസ്കൽ. ഇത് കംപ്രഷനാണ്. മൈനസ് സൈൻ മീൻ ചെയ്യുന്നത് അത് കംപ്രഷനാണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 4ൽ ഈ രണ്ട് വാല്യൂ കിട്ടി. ഓക്കെ, ഇതേപോലെ നീ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് ഈസ് ഈക്വൽ ടു വേറൊരു മൊമെൻറ്റ് മാക്സിമം വരുന്ന പോയിന്റും ഉണ്ട്. അതായത് എക്സ് 10 ആവുമ്പോഴും മൊമെൻറ്റ് മാക്സിമം ആണ്. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ ദ വാല്യൂ ഓഫ് മൊമെൻറ്റ് ഈസ് മൊമെൻറ്റ് മാക്സിമം ആണ്. അത് നിങ്ങൾ ഡയഗ്രത്തിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ നമുക്ക് കിട്ടിയത് -4000 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, സോ ഇതിലും നമുക്ക് ഇപ്പം കണ്ടുപിടിച്ച മാതിരി രണ്ട് സിഗ്മ ബോട്ടവും സിഗ്മ ടോപ്പും കണ്ടുപിടിക്കണം.
സോ സിഗ്മ ബോട്ടം കണ്ടുപിടിക്കണമെങ്കിൽ എം ഇൻറ്റു വൈ ബൈ ഐ എടുക്കണം. ഇവിടെ നമ്മൾ എം എടുക്കേണ്ടത് -4000 ആണ്. -4000 ഇൻറ്റു വൈ ബോട്ടം. വൈ ബോട്ടം നമുക്ക് കിട്ടിയത് 147.14 ആണ്. ഇൻറ്റു 147.14 ഇൻറ്റു ശരിക്കും ഒരു 10 യൂണിറ്റ് കൺവേർഷൻ വരുമ്പോൾ 10⁶ കൂടി വരും. ഡിവൈഡഡ് ബൈ യൂണിറ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഡിവൈഡ് ബൈ ഐ ഈസ് 34.18 ഇൻറ്റു 10⁶. നിങ്ങൾക്ക് അറ്റ് x ഈസ് ഈക്വൽ ടു 10 മീറ്ററിൽ ഈ വാല്യൂവിൽ കിട്ടുന്ന സിഗ്മ ബോട്ടം ഈസ് ഈക്വൽ ടു -17,219.4 മെഗാ പാസ്കൽ എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇത്രയും കംപ്രഷൻ എന്ന് കിട്ടും. സിമിലർലി നിങ്ങൾ സിഗ്മ ടോപ്പ് കണ്ടുപിടിക്കണം. സിഗ്മ ടോപ്പ് കണ്ടുപിടിക്കുമ്പം ഒരു വ്യത്യാസമേ ഉള്ളൂ. ഈ സെയിം സാധനം ഇവിടെ 147 പകരം ഈ സാധനത്തിന് പകരം ഈ ഡിസ്റ്റൻസിന് പകരം ഈ ടോപ്പിലേക്കുള്ള മൈനസ് ഡിസ്റ്റൻസ് എടുക്കും. സോ -4000 ഇൻറ്റു -72.86 ഇൻറ്റു ഡിവൈഡഡ് ബൈ 34.18 ഇൻറ്റു 10⁶. 3 mm⁴ ആണ്. അതിനെ മാറ്റുമ്പോൾ 10⁶ ഇവിടെയും വരും, ക്യാൻസൽ ചെയ്ത് പോയി. ഫൈനലി ഇത് വരുമ്പം സിഗ്മ ടോപ്പ് അറ്റ് x ഈസ് ഈക്വൽ ടു 10 മീറ്ററിൽ വരുന്നത് 8526.6 മെഗാ പാസ്കലാണ്. ഇത് പോസിറ്റീവാണ്. സോ ടെൻഷനാണ്. സോ നിങ്ങൾക്ക് കിട്ടിയ ഇവിടെ കിട്ടിയ ഈ രണ്ട് ഇതിലും വരുന്ന വാല്യൂ ഒന്ന് ഇതും ഇതുമാണ്. സോ അറ്റ് x ഈസ് ഈക്വൽ ടു 10 വരുന്ന വാല്യൂ x ഈസ് ഈക്വൽ ടു 10 വരുന്ന രണ്ട് വാല്യൂസ് ഒന്ന് 17219.4 കംപ്രഷനാണ്. പിന്നെ 882526.6 ടെൻഷനുമാണ്. സോ നിങ്ങളിനി ഈ 4 വാല്യൂസും കൂടി കമ്പയർ ചെയ്യുക. ഫസ്റ്റ് ഇത് സിഗ്മ ബോട്ടം, ഇത് സിഗ്മ ടോപ്പ്. അപ്പോൾ ഇത് നോക്കുമ്പം 13,775 ഉണ്ട്. പിന്നെ ഇവിടെ അത് മൈനസ് കംപ്രഷനാണ്. ഇപ്പം പോസിറ്റീവ് വാല്യൂ എടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ ഇതാണ്, ഇവിടുത്തെ പോസിറ്റീവ് വാല്യൂ ഇതുമാണ് 8520. അപ്പോൾ ഇത് രണ്ടും എടുക്കുമ്പം ഇതാണ് ഹയസ്റ്റ് വാല്യൂ. സോ സിഗ്മ മാക്സ് ഇൻ ടെൻഷൻ, ടെൻസൈൽ സ്ട്രെസ്സിൽ മാക്സിമം വരുന്നത് ഇതാണ് 13,775.5 മെഗാ പാസ്കൽ. ഇതാണ് ഒരു ആൻസർ. പിന്നെ കംപ്രസീവ് വാല്യൂ നോക്കുക. ഇവിടെ 6821 വരുന്നുണ്ട്. ഇവിടുത്തെ കംപ്രസീവ് വാല്യൂ വരുന്നത് 17,219 സംതിങ് ആണ്. സോ ഇതാണ് കംപ്രഷനിലെ മാക്സിമം. സിഗ്മ മാക്സ് ഇൻ കംപ്രഷൻ ഈസ് ഈക്വൽ ടു 17,219.4 മെഗാ പാസ്കൽ. ഇതാണ് കംപ്രഷൻ. സോ ഇത് രണ്ടുമാണ് ആൻസർ. സിഗ്മ മാക്സ് ടെൻഷനിൽ വരുന്ന മാക്സിമം ബെൻഡിങ് സ്ട്രെസ് 13,775.5 മെഗാ പാസ്കലും കംപ്രഷനിൽ വരുന്ന മാക്സിമം കംപ്രസീവ് ബെൻഡിങ് സ്ട്രെസ് മാക്സിമം വരുന്നത് ഇത്രയും വാല്യൂ ആണ്, 17,219.4 മെഗാ പാസ്കൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ആൻസർ.